നമസ്കാരം പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ. ഇന്നത്തെ അനുഗ്രഹദിനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഫെബ്രുവരി 16, 2026. ഇന്ത്യൻ സമയം രാവിലെ 5:15. എത്ര പേർ ഇന്ന് നഷ്ടത്തിന്റെ വേദനയോടെയാണ് ഉണർന്നത്? എത്ര പേർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്? സ്വപ്നങ്ങൾ, ആളുകൾ, അവസരങ്ങൾ, സമ്പത്ത്, ആരോഗ്യം, സമയം. ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, നിന്റെ നഷ്ടങ്ങൾ ഞാൻ പകരം വയ്ക്കും, ഇരട്ടിയായി തിരികെ നൽകും. യോവേൽ 2:25. വിട്ടുകിളി, വിട്ടിൽ, തുള്ളൻ തീനി എന്നിവയായ എന്റെ മഹാസൈന്യം തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ ഞാൻ നിങ്ങൾക്ക് പകരം വയ്ക്കും. നിങ്ങൾക്കെന്ത് നഷ്ടപ്പെട്ടാലും ദൈവം അത് പുനഃസ്ഥാപിക്കും, ഇരട്ടിയായി തിരികെ നൽകും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം തുറന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കൂ. പുനഃസ്ഥാപനത്തിന്റെ ദൈവമേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. നഷ്ടത്തിന്റെ വേദനയോടെ, എന്നാൽ പ്രതീക്ഷയോടെ. ഞങ്ങളിൽ പലർക്കും ഒരുപാട് നഷ്ടപ്പെട്ടിരിക്കുന്നു. സമയം നഷ്ടപ്പെട്ടു, അവസരങ്ങൾ നഷ്ടപ്പെട്ടു, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു, സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. എന്നാൽ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങ് പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ്. അങ്ങ് ഞങ്ങളുടെ നഷ്ടങ്ങൾ പകരം വയ്ക്കണമേ. അങ്ങ് ഞങ്ങളുടെ വർഷങ്ങൾ തിരികെ തരണമേ. അങ്ങ് ഞങ്ങൾക്ക് ഇരട്ടി അനുഗ്രഹം നൽകണമേ. തിന്നുകളഞ്ഞതെല്ലാം പുനഃസ്ഥാപിക്കണമേ. നശിച്ചുപോയതെല്ലാം പുതുക്കണമേ. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകണമേ. ഇന്നീ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തർക്കും അങ്ങയുടെ പുനഃസ്ഥാപനം അനുഭവപ്പെടട്ടെ. യേശുക്രിസ്തുവിന്റെ ശക്തമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നഷ്ടങ്ങൾ സ്വാഭാവികമാണ്. എല്ലാവർക്കും എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നല്ല വാർത്ത, നമ്മുടെ ദൈവം പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ്. നിങ്ങൾക്കെന്താണ് നഷ്ടപ്പെട്ടത്? സമയം നഷ്ടപ്പെട്ടവർ, വർഷങ്ങളോളം തെറ്റായ ബന്ധത്തിൽ, തെറ്റായ ജോലിയിൽ, തെറ്റായ തീരുമാനങ്ങളിൽ, പാപത്തിൽ, ആശയക്കുഴപ്പത്തിൽ. നിങ്ങൾ പറയുന്നു, എന്റെ വർഷങ്ങൾ പാഴായിപ്പോയി. എന്നാൽ ദൈവം പറയുന്നു, യോവേൽ 2:25, വെട്ടുകിളി തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ ഞാൻ നിങ്ങൾക്ക് പകരം വയ്ക്കും. ദൈവത്തിന് സമയം പുനഃസ്ഥാപിക്കാൻ കഴിയും. അവസരങ്ങൾ നഷ്ടപ്പെട്ടവർ, ജോലി അവസരം, വിദ്യാഭ്യാസ അവസരം, ബിസിനസ് അവസരം, വിവാഹ അവസരം നഷ്ടപ്പെട്ടു. നിങ്ങൾ വിചാരിക്കുന്നു, ഇനി ഒരിക്കലും അത്തരം അവസരം കിട്ടില്ല. എന്നാൽ ദൈവം പറയുന്നു, എസ്തേർ 4:14, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ മറ്റൊരു ഭാഗത്തുനിന്ന് യഹൂദന്മാർക്ക് സഹായവും വിടുതലുമുണ്ടാകും. ഒരവസരം പോയാൽ ദൈവം മറ്റൊന്ന് കൊണ്ടുവരും, കൂടുതൽ നല്ലത്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ, മരണം, വേർപിരിയൽ, വിവാഹമോചനം, വിശ്വാസവഞ്ചന, ഭാര്യയെ, ഭർത്താവിനെ, കുട്ടികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടു. വേദന അഗാധമാണ്. ശൂന്യത നികത്താനാവില്ല. എന്നാൽ ദൈവം പറയുന്നു, സങ്കീർത്തനം 68:5-6, ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായാധിപതിയുമാകുന്നു. ഏകാന്തരെ ദൈവം കുടുംബത്തിൽ പാർപ്പിക്കുന്നു. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടവർ, കരിയർ സ്വപ്നങ്ങൾ, വിവാഹ സ്വപ്നങ്ങൾ, കുടുംബ സ്വപ്നങ്ങൾ, ശുശ്രൂഷാ സ്വപ്നങ്ങൾ, അവ നശിച്ചു, തകർന്നു, മരിച്ചു. എന്നാൽ ദൈവം പറയുന്നു, യെഹെസ്കേൽ 37:3, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? മരിച്ച സ്വപ്നങ്ങൾക്ക് ദൈവം ജീവൻ നൽകാൻ കഴിയും. സമ്പത്ത് നഷ്ടപ്പെട്ടവർ, ബിസിനസ് പരാജയം, നിക്ഷേപനഷ്ടം, വഞ്ചന, കടം, പണം, വീട്, സ്വത്ത്, സമ്പാദ്യം നഷ്ടപ്പെട്ടു. സാമ്പത്തിക തകർച്ച നിരാശാജനകമാണ്. എന്നാൽ ദൈവം പറയുന്നു, യോബ് 42:10, കർത്താവ് യോബിന് പണ്ടുണ്ടായിരുന്നതിന് ഇരട്ടി കൊടുത്തു. കർത്താവ് യോബിന്റെ പുരോഗമന കാലത്തെ അവന്റെ ആരംഭകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. യോബിന് ലഭിച്ചത് പണ്ടത്തെ ഇരട്ടി സമ്പത്ത്, 10 പുതിയ കുട്ടികൾ, പൂർണ്ണ ആരോഗ്യം, 140 വർഷം കൂടി ജീവിച്ചു. യോസേപ്പ് 13 വർഷം നഷ്ടപ്പെട്ടു. ഈജിപ്തിന്റെ രാജപ്രതിനിധിയായി. യോസേപ്പ് നഷ്ടപ്പെട്ടത് കുടുംബം, സ്വാതന്ത്ര്യം, പ്രശസ്തി, യൗവനത്തിന്റെ 13 വർഷം. ദാസനായി വിറ്റുപോയി, കുറ്റം ചുമത്തപ്പെട്ടു, ജയിലിലായി, മറന്നുപോയി. എന്നാൽ ഉൽപ്പത്തി 41:41, നീ ഈജിപ്ത് ദേശത്തിന് മുഴുവനും അധിപതിയായിരിക്കും.
വിറ്റുപോയ ദാസൻ രാജപ്രതിനിധിയായി. നവോമി, എല്ലാം നഷ്ടപ്പെട്ടു, രൂത്തിലൂടെ പുനഃസ്ഥാപനം. നവോമി നഷ്ടപ്പെട്ടത് ഭർത്താവ് മരിച്ചു, 2 മക്കൾ മരിച്ചു, സ്വദേശം ഉപേക്ഷിച്ചു, ദാരിദ്ര്യത്തിൽ തിരിച്ചുവന്നു. അവൾ പറഞ്ഞു, ഞാൻ പൂർണ്ണയായിപ്പോയി, ശൂന്യയായി മടങ്ങിവന്നു. എന്നാൽ ദൈവം രൂത്തിലൂടെ നവോമിക്ക് പുതിയ കുടുംബം നൽകി, സമ്പത്ത് പുനഃസ്ഥാപിച്ചു, മെസ്സിയുടെ വംശാവലിയിൽ ഉൾപ്പെടുത്തി. പത്രോസ് 3 തവണ നിരാകരിച്ചു, സഭയുടെ നേതാവായി. പത്രോസ് നഷ്ടപ്പെട്ടത് ആത്മവിശ്വാസം, പ്രശസ്തി, ശിഷ്യത്വം, നേതൃത്വസ്ഥാനം. യേശുവിനെ 3 തവണ നിരാകരിച്ചു, കരഞ്ഞു, ലജ്ജിച്ചു, മത്സ്യബന്ധനത്തിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ യേശു യോഹന്നാൻ 21:17 എന്റെ ആടുകളെ മേയ്ക്ക്. നിരാകരിച്ച പത്രോസ് പെന്തക്കോസ്ത ദിനത്തിൽ 3000 പേരെ നേടി. ശക്തമായ പുനഃസ്ഥാപന സാക്ഷ്യങ്ങൾ. ആദ്യത്തെ സാക്ഷ്യം: 20 വർഷം നഷ്ടപ്പെട്ടു, ഇരട്ടി തിരികെ കിട്ടി. കേരളത്തിലെ ഒരു സഹോദരൻ യൗവനം മുഴുവൻ മദ്യത്തിലും മയക്കുമരുന്നിലും പാഴാക്കി. 20 വർഷം നഷ്ടപ്പെട്ടു. 35 വയസ്സിൽ ജീവിതം തകർന്നു. വിദ്യാഭ്യാസമില്ല, തൊഴിലില്ല, കുടുംബമില്ല, പ്രതീക്ഷയില്ല. ഒരു പുനരധിവാസ കേന്ദ്രത്തിൽ യേശുവിനെ കണ്ടെത്തി. യോവേൽ 2:25 കേട്ടു. വെട്ടുക്കിളി തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ ഞാൻ പകരം വയ്ക്കും. ദൈവമേ, എന്റെ 20 വർഷം നഷ്ടപ്പെട്ടു, അവ തിരികെ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. 6 മാസത്തിനുള്ളിൽ പൂർണ്ണമായും സ്വതന്ത്രനായി. ഒരു കമ്പനി അദ്ദേഹത്തിന് ജോലി നൽകി, അവരുടെ പുനരധിവാസ പ്രോഗ്രാം ബഹുമാനിച്ച്. 2 വർഷത്തിനുള്ളിൽ മാനേജറായി. 40 വയസ്സിൽ വിവാഹം കഴിച്ചു. ഇപ്പോൾ 2 മക്കൾ, സ്വന്തം ബിസിനസ്. അദ്ദേഹം പറയുന്നു, ഞാൻ 20 വർഷം നഷ്ടപ്പെടുത്തി, എന്നാൽ ദൈവം എനിക്ക് 40 വർഷത്തെ അനുഗ്രഹം 10 വർഷത്തിനുള്ളിൽ നൽകി. രണ്ടാമത്തെ സാക്ഷ്യം: ബിസിനസ് നഷ്ടപ്പെട്ടു, ഇരട്ടി വിജയം. ഒരു സഹോദരി 15 വർഷം നിർമ്മിച്ച ബിസിനസ്, പങ്കാളി വഞ്ചിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു, 50 ലക്ഷം രൂപ കടം. 42 വയസ്സിൽ എല്ലാം ആരംഭിക്കണം. നിരാശയിൽ ആത്മഹത്യ ആലോചിച്ചു. എന്നാൽ ഒരു രാത്രി യോബ് 42:10 വായിച്ചു. കർത്താവ് യോബിന് ഇരട്ടി കൊടുത്തു. ദൈവമേ, അങ്ങെനിക്കും ഇരട്ടി നൽകാമോ എന്ന് ചോദിച്ചു. പിന്നീട് ഒരു പുതിയ ആശയം ലഭിച്ചു. ചെറിയ തോതിൽ ആരംഭിച്ചു. 6 മാസത്തിനുള്ളിൽ വളർന്നു. 3 വർഷത്തിനുള്ളിൽ പഴയതിനേക്കാൾ വലിയ ബിസിനസ്. എല്ലാ കടവും തീർത്തു. ഇപ്പോൾ 10 പേർക്ക് തൊഴിൽ നൽകുന്നു. അവൾ പറയുന്നു, ഞാൻ നഷ്ടപ്പെടുത്തിയത് തിരികെ കിട്ടിയില്ല, ഇരട്ടി കിട്ടി. മൂന്നാമത്തെ സാക്ഷ്യം: കുട്ടിയെ നഷ്ടപ്പെട്ടു, പുതിയ കുടുംബം. ഒരു ദമ്പതികൾ ഏകമകനെ അപകടത്തിൽ നഷ്ടപ്പെട്ടു. 12 വയസ്സ്, ജീവിതം നിർത്തി. വർഷങ്ങളോളം വേദനയിൽ. വീണ്ടും കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ചു. മറ്റൊരു നഷ്ടം സഹിക്കാനാവില്ല. എന്നാൽ 5 വർഷം കഴിഞ്ഞ് പള്ളിയിൽ അനാഥരായ കുട്ടികളെ കണ്ടു. ദൈവം ഹൃദയത്തെ സ്പർശിച്ചു. ദത്തെടുക്കാൻ തീരുമാനിച്ചു. 2 കുട്ടികളെ ദത്തെടുത്തു, ഒരാൺ, ഒരു പെൺ. അവർ പറയുന്നു, ഞങ്ങൾ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുത്തി, ദൈവം 2 കുട്ടികളെ തന്നു. നഷ്ടം പകരം വച്ചില്ല, ഇരട്ടി നൽകി. സങ്കീർത്തനം 126:5-6. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ഉല്ലാസത്തോടെ കൊയ്യും. കരഞ്ഞുകൊണ്ട് വിത്തു ചുമന്നുപോകുന്നവൻ ആർപ്പിട്ടും കൊണ്ട് കറ്റ ചുമന്നുകൊണ്ടുവരും. എങ്ങനെ പുനഃസ്ഥാപനം സ്വീകരിക്കാം? പ്രിയപ്പെട്ടവരെ, ദൈവം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണ്. എന്നാൽ നിങ്ങളുടെ പങ്കെന്ത്? നിങ്ങളുടെ നഷ്ടം അംഗീകരിക്കുക. നിഷേധിക്കരുത്, മറയ്ക്കരുത്, അംഗീകരിക്കുക. ഞാൻ എന്തെങ്കിലും നഷ്ടപ്പെടുത്തി. നൊവോമി പറഞ്ഞു, ഞാൻ പൂർണ്ണയായിപ്പോയി, ശൂന്യയായി മടങ്ങിവന്നു. സത്യസന്ധത പുനഃസ്ഥാപനത്തിന്റെ ആദ്യപടിയാണ്. നിങ്ങളുടെ നഷ്ടം ദൈവത്തിന് സമർപ്പിക്കുക. പിടിച്ചു നിൽക്കരുത്, ദുഃഖിക്കുക, എന്നാൽ കയ്പായി മാറാൻ അനുവദിക്കരുത്. സങ്കീർത്തനം 55:22. നിന്റെ ഭാരം കർത്താവിന്മേൽ ഇട്ടുകളയുക, അവൻ നിന്നെ താങ്ങും. പുനഃസ്ഥാപനത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക. യോവേൽ 2:25. ഞാൻ പകരം വയ്ക്കും. യോബ് 42:10. ഇരട്ടി കൊടുത്തു. യെശയ്യാവ് 61:7. ഇരട്ടി അനുഗ്രഹം. ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. ദൈവത്തിന്റെ സമയത്തിൽ കാത്തിരിക്കുക. പുനഃസ്ഥാപനം ഉടനടിയായിരിക്കണമെന്നില്ല. യോസേപ്പിന് 13 വർഷം കഴിഞ്ഞാണ്. യോബിന് എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം. എന്നാൽ ദൈവത്തിന്റെ സമയം തികഞ്ഞതാണ്. സഭാപ്രസംഗി 3:11. അവൻ സകലവും അതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തിരിക്കുന്നു. സ്തുതിയോടെ കാത്തിരിക്കുക.
യോബ് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞു. യോബ് 1:21. കർത്താവ് തന്നു, കർത്താവെടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നഷ്ടത്തിന്റെ മധ്യത്തിലും സ്തുതിക്കുക, അത് പുനഃസ്ഥാപനത്തിന് വഴി തെളിക്കുന്നു. മറ്റുള്ളവരെ അനുഗ്രഹിക്കുക. യോബിന്റെ പുനഃസ്ഥാപനം എപ്പോഴാണ് ആരംഭിച്ചത്? യോബ് 42:10. യോബ് തന്റെ സ്നേഹിതന്മാർക്കു വേണ്ടി പ്രാർത്ഥിച്ച ശേഷം കർത്താവ് അവന്റെ ദുരവസ്ഥ മാറ്റി. തനിക്ക് വേദനയുണ്ടായിട്ടും മറ്റുള്ളവർക്കായി പ്രാർത്ഥിച്ചപ്പോൾ. നിങ്ങളുടെ നഷ്ടമുണ്ടായിട്ടും മറ്റുള്ളവരെ അനുഗ്രഹിക്കുക, അത് നിങ്ങളുടെ പുനഃസ്ഥാപനം ത്വരിതപ്പെടുത്തും. പുനഃസ്ഥാപനത്തിന്റെ തത്വങ്ങൾ. ദൈവം മുഴുവൻ പകരം വയ്ക്കുന്നു. യോവേൽ 2:25. വെട്ടുകിളി, വിട്ടിൽ, തുള്ളൻ, തീനി എല്ലാം. ദൈവം ഭാഗികമായി പകരം വയ്ക്കുന്നില്ല, പൂർണ്ണമായി പകരം വയ്ക്കുന്നു. ദൈവം ഇരട്ടി നൽകുന്നു. യോബ് 42:10. ഇരട്ടി കൊടുത്തു. യെശയ്യാവ് 61:7. നിങ്ങളുടെ ലജ്ജയ്ക്കു പകരം ഇരട്ടി ഓഹരി ലഭിക്കും. ദൈവം നഷ്ടം പകരം വയ്ക്കുക മാത്രമല്ല, അതിലും കൂടുതൽ നൽകുന്നു. ദൈവം ക്രിയാത്മകമായി പകരം വയ്ക്കുന്നു. യോസേപ്പിന് കുടുംബം നഷ്ടപ്പെട്ടു. ദൈവം രാജകൊട്ടാരം നൽകി. നൊവൂമിക്ക് ഭർത്താവും മക്കളും നഷ്ടപ്പെട്ടു. ദൈവം രൂത്തിലൂടെ മിശിയുടെ വംശാവലിയിൽ ഉൾപ്പെടുത്തി. ദൈവം നഷ്ടപ്പെട്ടത് തന്നെ തരുന്നില്ല, അതിലും നല്ലത് നൽകുന്നു. ഇന്നത്തെ പ്രവചന സന്ദേശം. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞേ, നീ വളരെയധികം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. നിന്റെ സമയം, നിന്റെ സ്വപ്നങ്ങൾ, നിന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ സമ്പത്ത്, നിന്റെ ആരോഗ്യം. നീ പറയുന്നു, എല്ലാം പോയി, തിരികെ കിട്ടില്ല. എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ പകരം വയ്ക്കുന്ന ദൈവമാണ്. ഞാൻ പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ്. വെട്ടുകിളി തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ ഞാൻ തിരികെ നൽകും. നഷ്ടപ്പെട്ട അവസരങ്ങൾ ഞാൻ പകരം വയ്ക്കും. മരിച്ച സ്വപ്നങ്ങൾക്ക് ഞാൻ ജീവൻ നൽകും. ഇന്നുമുതൽ നീ കാണും നിന്റെ സാമ്പത്തികം പുനഃസ്ഥാപിക്കപ്പെടുന്നത്, നിന്റെ ആരോഗ്യം പുതുക്കപ്പെടുന്നത്, നിന്റെ കുടുംബം പുനർനിർമ്മിക്കപ്പെടുന്നത്, നിന്റെ സ്വപ്നങ്ങൾ പുനരുജ്ജീവിക്കുന്നത്. ഞാൻ നിനക്ക് നഷ്ടപ്പെട്ടത് തന്നെ തിരികെ നൽകുകയില്ല. ഞാൻ നിനക്ക് അതിലും നല്ലത് നൽകും. ഞാൻ നിനക്ക് ഇരട്ടി നൽകും. നിന്റെ നഷ്ടം നിന്റെ നാണക്കേടായിരുന്നു. എന്നാൽ നിന്റെ പുനഃസ്ഥാപനം നിന്റെ സാക്ഷ്യമായിരിക്കും. ആളുകൾ ചോദിക്കും, എന്താണ് സംഭവിച്ചത്? നീ പറയും, എന്റെ ദൈവം പകരം വെച്ചു. ഇതെന്റെ വാഗ്ദാനമാണ്, ഇതെന്റെ വചനമാണ്, ഇത് സംഭവിക്കും. നീ വിശ്വസിക്കുന്നുവോ? നിന്നെ പുനഃസ്ഥാപിക്കുന്ന നിന്റെ ദൈവം. യോവേൽ 2:26. നിങ്ങളോട് അത്ഭുതമായി പെരുമാറിയ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങളുടെ നഷ്ടങ്ങളുടെ പട്ടികയുണ്ടാക്കുക. എന്താണ് നഷ്ടപ്പെട്ടതെന്നെഴുതുക. സമയം, അവസരങ്ങൾ, ആളുകൾ, സ്വപ്നങ്ങൾ, സമ്പത്ത്, ആരോഗ്യം. സത്യസന്ധമായി എഴുതുക. ഓരോന്നും ദൈവത്തിന് സമർപ്പിക്കുക. പട്ടികയിലെ ഓരോ ഇനവും ദൈവത്തിന് വായിച്ചു കേൾപ്പിക്കുക. പറയുക, ദൈവമേ, ഇതെനിക്ക് നഷ്ടപ്പെട്ടു. ഇതങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് പകരം വയ്ക്കണമേ. യോവേൽ 2:25 മനപ്പാഠമാക്കുക. വെട്ടുകിളി തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ ഞാൻ നിങ്ങൾക്ക് പകരം വയ്ക്കും. ഈ വാഗ്ദാനം ദിനംപ്രതി ഓർക്കുക. പുനഃസ്ഥാപന ജേണൽ തുടങ്ങുക. എന്റെ പുനഃസ്ഥാപന യാത്ര എന്ന തലക്കെട്ടോടെ ഒരു നോട്ട്ബുക്ക്. ദൈവം എങ്ങനെ പകരം വയ്ക്കുന്നു എന്ന് രേഖപ്പെടുത്തുക. ചെറിയ കാര്യങ്ങൾ പോലും. പ്രതീക്ഷയോടെ കാത്തിരിക്കുക. നിരാശപ്പെടരുത്. പുനഃസ്ഥാപനം വരുന്നു. മീഖ 7:7. ഞാനോ കർത്താവിനെ നോക്കിക്കൊണ്ടിരിക്കും. എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. മറ്റൊരാൾക്കായി പ്രാർത്ഥിക്കുക. യോബ് പോലെ നിങ്ങളുടെ നഷ്ടമുണ്ടായിട്ടും നഷ്ടത്തിലുള്ള മറ്റൊരാൾക്കായി പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ പുനഃസ്ഥാപനം ത്വരിതപ്പെടുത്തും. മുൻകൂട്ടി നന്ദി പറയുക. വന്നിട്ടില്ലെങ്കിലും വിശ്വാസത്തിൽ നന്ദി പറയുക. ദൈവമേ, എന്റെ പുനഃസ്ഥാപനത്തിന് നന്ദി. അത് വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുനഃസ്ഥാപന പ്രഖ്യാപന പ്രാർത്ഥന. നിങ്ങളുടെ കൈകൾ ഉയർത്തി വിശ്വാസത്തോടെ എന്നോടൊപ്പം പ്രഖ്യാപിക്കൂ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, എന്റെ ദൈവം പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ്.
അവൻ എനിക്ക് നഷ്ടപ്പെട്ടത് പകരം വയ്ക്കുന്നു. അവൻ എനിക്ക് ഇരട്ടി അനുഗ്രഹം നൽകുന്നു. ഇന്നു മുതൽ എന്റെ സമയം പുനഃസ്ഥാപിക്കപ്പെടുന്നു, എന്റെ അവസരങ്ങൾ പുതുക്കപ്പെടുന്നു, എന്റെ സ്വപ്നങ്ങൾ പുനരുജ്ജീവിക്കുന്നു, എന്റെ സമ്പത്ത് വർദ്ധിക്കുന്നു, എന്റെ ആരോഗ്യം പുതുക്കപ്പെടുന്നു. വെട്ടുകിള്ളി തിന്നുകളഞ്ഞ വർഷങ്ങൾ തിരികെ കിട്ടുന്നു. നഷ്ടപ്പെട്ട സമയം പകരം വയ്ക്കപ്പെടുന്നു. മരിച്ച സ്വപ്നങ്ങൾ ജീവിക്കുന്നു. തകർന്ന പ്രതീക്ഷകൾ പുനർനിർമ്മിക്കപ്പെടുന്നു. ഞാൻ യോബ് പോലെയാണ്, ഇരട്ടി സ്വീകരിക്കുന്നു. ഞാൻ യോസേപ്പ് പോലെയാണ്, കൊട്ടാരത്തിലേക്ക് പോകുന്നു. ഞാൻ പത്രോസ് പോലെയാണ്, പുനഃസ്ഥാപിക്കപ്പെടുന്നു. എന്റെ നഷ്ടം എന്റെ നാണക്കേടായിരുന്നു, എന്നാൽ എന്റെ പുനഃസ്ഥാപനം എന്റെ സാക്ഷ്യമാണ്. ദൈവം എനിക്ക് പകരം വയ്ക്കുന്നു. ദൈവം എനിക്കിരട്ടി നൽകുന്നു. ദൈവം എന്നെ പുനഃസ്ഥാപിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ശക്തമായ, പുനഃസ്ഥാപിക്കുന്ന, അത്ഭുതകരമായ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. അവസാന പ്രാർത്ഥനയും അനുഗ്രഹവും. പുനഃസ്ഥാപനത്തിന്റെ ദൈവമേ, ഇന്നത്തെ ഈ സന്ദേശം കേട്ട എല്ലാവർക്കും അങ്ങയുടെ പുനഃസ്ഥാപനം അനുഗ്രഹിക്കണമേ. നഷ്ടത്തിലുള്ളവർക്ക് അവരുടെ നഷ്ടങ്ങൾ പകരം വയ്ക്കണമേ. അവർക്കിരട്ടി അനുഗ്രഹം നൽകണമേ. അവരുടെ വേദന സന്തോഷമാക്കണമേ. സമയം നഷ്ടപ്പെട്ടവർക്ക് അങ്ങ് അവരുടെ വർഷങ്ങൾ തിരികെ നൽകണമേ. അവർക്കതിലും കൂടുതൽ സമയം അനുഭവിക്കാൻ അവസരം നൽകണമേ. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് മരിച്ച സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകണമേ. പുതിയതും വലിയതുമായ സ്വപ്നങ്ങൾ നൽകണമേ. സമ്പത്ത് നഷ്ടപ്പെട്ടവർക്ക് അങ്ങ് അവരുടെ സാമ്പത്തികം പുനഃസ്ഥാപിക്കണമേ. അവർക്ക് യോബ് പോലെ ഇരട്ടി നൽകണമേ. ആരോഗ്യം നഷ്ടപ്പെട്ടവർക്ക് അങ്ങ് അവരുടെ ശരീരം സൗഖ്യമാക്കണമേ. അവർക്ക് പുതുക്കിയ ശക്തി നൽകണമേ. ഇന്നു മുതൽ എല്ലാവരുടെയും ജീവിതത്തിൽ പുനഃസ്ഥാപനം ആരംഭിക്കട്ടെ. അങ്ങയുടെ വാഗ്ദാനങ്ങൾ നിറവേറട്ടെ. അങ്ങയുടെ അത്ഭുതങ്ങൾ പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങയുടെ അനുഗ്രഹം പ്രവഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ പുനഃസ്ഥാപിക്കുന്ന അത്ഭുതകരമായ, ശക്തമായ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. അവസാന അനുഗ്രഹവാക്യങ്ങൾ. യോവേൽ 2:25. വെട്ടുകിള്ളി, വിട്ടിൽ, തുള്ളൻ, തീനി എന്നിവയായ എന്റെ മഹാസൈന്യം തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ ഞാൻ നിങ്ങൾക്ക് പകരം വയ്ക്കും. യോബ് 42:12. കർത്താവ് യോബിന്റെ പുരോഗമനകാലത്തെ അവന്റെ ആരംഭകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. യെശയ്യാ 61:7. നിങ്ങളുടെ ലജ്ജയ്ക്ക് പകരം ഇരട്ടി ഓഹരി ലഭിക്കും. അവസാന സന്ദേശം. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഓർക്കൂ, നിങ്ങളുടെ നഷ്ടം നിത്യമല്ല. നിങ്ങളുടെ ദൈവം പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ്. നിങ്ങൾക്ക് എന്തു നഷ്ടപ്പെട്ടാലും സമയം, അവസരങ്ങൾ, ആളുകൾ, സ്വപ്നങ്ങൾ, സമ്പത്ത്, ആരോഗ്യം ദൈവം പകരം വയ്ക്കും. അവൻ നഷ്ടപ്പെട്ടത് തന്നെ തിരികെ നൽകില്ല. അവൻ അതിലും നല്ലത് നൽകും. അവൻ ഇരട്ടി നൽകും. വെട്ടുകിള്ളി തിന്നുകളഞ്ഞ വർഷങ്ങൾ തിരികെ കിട്ടും. നിങ്ങളുടെ കണ്ണീർ സന്തോഷമാകും. നിങ്ങളുടെ നഷ്ടം സാക്ഷ്യമാകും. നിങ്ങളുടെ വേദന വിജയമാകും. ദൈവം നിങ്ങളെ പുനഃസ്ഥാപിക്കുന്നു. ഇരട്ടി അനുഗ്രഹം വരുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരനുഗ്രഹത്തോടെ. അതുവരെ വിശ്വസിക്കുക, പ്രതീക്ഷിക്കുക, സ്വീകരിക്കുക. ദൈവം നിങ്ങളുടെ നഷ്ടങ്ങൾ പകരം വയ്ക്കുന്നു.